തുമ്പയും മുക്കുറ്റിയും പരവതാനി നെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വയലേലകൾ ചെറുകാറ്റിൽ ആനന്ദ നൃത്തത്തിലാണ്. ഭൂമിയെ മെല്ലെ തഴുകുന്ന സൂര്യകിരണങ്ങൾക്ക് വഴിയൊരുക്കി തെളിഞ്ഞ നീലാകാശം. കിളികളുടെ കളകൂജനങ്ങൾ എങ്ങും മുഴങ്ങുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു ഓണക്കാലം. പഴമയും പ്രൗഢിയും പാരമ്പര്യവും നിറഞ്ഞു നിൽക്കുന്ന ആ തറവാട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ വിശേഷങ്ങൾ കണ്ടറിയാം. ഐന്തോവൻ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ സംരംഭം ഒരു ടൂറിസ്റ്റ് ഫാലിമി. ഏവർക്കും സ്വാഗതം. എന്റെ ഗുരുവായൂരപ്പ, ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു സ്വപ്നം? അതും വെളുപ്പാങ്കാലത്തെ 1 മില്യൺ ഫോളോവേഴ്സോ? എനിക്കിത് വിശ്വസിക്കാവോ? എന്താ ബാലാമണി, നിന്റെ പ്രാർത്ഥന ഇനിയും കഴിഞ്ഞില്ലേ? അപ്പുറത്ത് കുറെ പണിയുണ്ട്, നീ അടുക്കളയിലേക്ക് ചെന്നേ. പിള്ളേരൊക്കെ വിശന്നായിരിക്കും വരുന്നത്. ഓ, ഈ കിളവനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ കാർമുകിൽ പറഞ്ഞ റീൽ എടുക്കാന്ന് വിചാരിച്ചതാ. സാരല്ല, ഇനിയിപ്പോ ഞാനൊരു കുക്കിംഗ് വ്ലോഗ് ചെയ്യാം. ഓ, രാവിലെ തുടങ്ങിയവന്റെ ഷോ. പപ്പേട്ടാ, ഇങ്ങനെ പത്രം നോക്കിയിരുന്നു. പിള്ളേരിപ്പെങ്ങെത്തും. നമുക്കിവിടെ 4 ക്യാമറയൊക്കെ വെച്ച് ലൈവ് പോകണ്ടേ? എടോ കോമക്കുറുപ്പേ, താൻ ഇവിടുത്തെ കാര്യസ്ഥനാണ്, അത് മറക്കണ്ട. ലൈവ് കാണിക്കാൻ ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല, എന്റെ വീടാടാ. ആ കരുത്തമ്മ, നീ വന്നോ? ഓ അല്ല, യശോദേ, നീ വന്നോ? പപ്പേട്ടനെ എന്നെ കൊച്ചു മുതലാളി കളിച്ച് നിൽക്കാണ്ട് കൊച്ചുങ്ങളെ വിളിച്ചേ. ആ, മൂത്ത മോളും കുടുംബവും എത്തിയല്ലോ. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സുഖായിരുന്നു അച്ഛാ. യാത്രയൊക്കെ സുഖമായിരുന്നു അച്ഛാ. ബോയിങ് അല്ല, എയർ ബസ് ആയിരുന്നു. അല്ല, പിള്ളേരെന്തേ? ഓ, അവരവിടെ റീൽ എടുത്തോണ്ടിരിക്കുക. ഇങ്ങ് കേറി വാടാ മക്കളെ. All my people just be rolling up on this side. This spot's the hottest spot up on this block. Yo, nice punching bag, bro. നീ പിള്ളേരെ എങ്ങനെയാണോ വളർത്തുന്നേ? എന്തൊക്കെ തോന്നിവാസമായി വിളിച്ചു പറയണേ? അയ്യോ, അത് അങ്ങനെയല്ല, അപ്പൻ ക്യൂട്ടാന്നാ പറഞ്ഞേ. ഇങ്ങ് വന്നേ മക്കളെ, എത്ര നാളായി. അമ്മൂമ്മ കാത്തിരിക്കായിരുന്നു. എന്നാൽ നിങ്ങൾ വിശ്രമിക്ക്, ഞാൻ പറമ്പിലോട്ട് ചെല്ലട്ടെ. ഇന്ന് അടയ്ക്ക പറിക്കാനുണ്ട്. Hey, look, there's a mango tree. Yo, let's go take a video. മനുക്കുട്ടന്റെ മായ എത്തിയില്ലേ അമ്മേ? മനുക്കുട്ടൻ വിളിച്ചിരുന്നു, അവരിപ്പോ എത്തും. മായ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ അമ്മേ, ഇത് മായച്ചയെ വിളിച്ചിരുന്നേ, അവരിപ്പ എത്തും. അവരോ? അത് പിന്നെ അമ്മേ, മായച്ചി ന്യൂസിലാൻഡിലെ ഒരു ഫ്രണ്ടുമായിട്ടാ വരുന്നേ. ഫ്രണ്ടോ? ദേവിയെ, കല്യാണം ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന്. അമ്മ വിഷമിക്കല്ലേ, എന്തായാലും മായച്ചി വരട്ടെ. വല്ല സായിപ്പിനെയും കൊണ്ടുവന്നാൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരുമല്ലോ. അമ്മ ഇതെന്തൊക്കെയാ ആലോചിച്ചു പോന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. എനിക്ക് ഒത്തിരി വിശേഷം പറയാനുണ്ട്. അമ്മ ഇങ്ങ് വന്നേ. ബാലമണി, നീ അപ്പുറത്ത് വന്നിട്ട് അവർക്ക് വേണ്ട എന്താ ചോദിക്കേ? ആ ചേച്ചി. ഓ, എല്ലാത്തിനും ബാലാമണി ഉണ്ടല്ലോ ഇവിടെ. ഇവിടെയുള്ള ആൾക്കാർക്ക് കുക്ക് ചെയ്ത് മടുത്തു. അപ്പോഴാണ് പുതിയൊരാളും കൂടി. ആ, സായിപ്പല്ലേ, നമുക്ക് ബ്രെഡ് മേടിക്കാം. പിന്നെ ചോദിക്കട്ടെ, വാ. നെതർലാൻഡ്സിൽ എന്നൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോണു കുറുപ്പേട്ട, നമ്മുടെ ഈ കേരളം പോലെയൊക്കെ തന്നെ. അതല്ലടാ, പുക വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? പുകയൊന്നും കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ആ, മണിക്കുട്ടൻ വന്നല്ലോ. അപ്പോ ഇന്ന് സ്കോച്ചുകൾ കുറെ പൊട്ടും.
ആ എന്താ ഇത്ര വൈകുന്നേന്ന് ആലോചിക്കുമായിരുന്നു. UK-യിൽ എന്തൊക്കെയുണ്ട് വിശേഷം പറ. PR കിട്ടി കുറുപ്പേട്ടാ. സായിപ്പന്മാർക്ക് അങ്ങനെ തന്നെ വേണം. പണ്ട് നമ്മളെ കുറേയിട്ട് വലിപ്പിച്ചതല്ലേ, അനുഭവിക്കട്ടെ. എന്നിട്ടെന്താ അവിടെ തന്നെ കൂടാനാണോ പ്ലാൻ? ഓ, ഇവിടെ ഒരാൾക്ക് നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നില്ലെങ്കിൽ ഉറക്കം വരില്ല. നൊസ്റ്റാൾജിയുടെ അസുഖമുണ്ടേ. അയ്യോ, എന്നിട്ട് ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ? ഈ കുറുപ്പേട്ടന്റെ ഒരു കാര്യം. എല്ലാവരും എവിടെ പോയി? കാണുന്നില്ലല്ലോ. അച്ഛൻ പറമ്പിലേക്ക് പോയി, ബാക്കിയുള്ളവർ അപ്പുറത്തുണ്ട്. അവിടെ ഇപ്പൊ സപ്പയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കൊറേ ആയില്ലേ നമ്മളിങ്ങനെ കൂടിയിട്ട്. നമുക്കൊരു സെൽഫി എടുത്താലോ? ഐസ്ക്രീം വേണം പ്ലീസ് മമ്മ. ആ വന്നല്ലോ, അറിയില്ലേ? ഇത് നമ്മുടെ അയലത്തെ രവിയുടെ മകൻ അരുൺ, നമ്മുടെ മായക്കുഞ്ഞിന്റെ കൂടെ പഠിച്ചവനാ. ഈ പിള്ളേർ ഇവന്റെ ചേച്ചിയുടെ മക്കളാ. ചേച്ചി അങ്ങ് തിരുവനന്തപുരത്താ. എന്ന് നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഒന്നവിടെ തലകാഞ്ചിട്ട് വരാം. ദേ ഇവരെയും കൂട്ടിക്കോ. ഇവര് കുട്ടികളുമായി കളിക്കാൻ വന്നതാ. ആ മായ വന്നോ? അറിയില്ലേ? പണ്ട് മായക്കുഞ്ഞിന്റെ പുറകെ കുറേ നടന്നവനാ. ആ മായക്കുഞ്ഞും വന്നല്ലോ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ. അരുണേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എന്ത് സുഖം മായേ, ഏകാന്ത ജീവിതം മടുത്തു. അരുണേട്ടാ, പിന്നെ ഞാനൊരാളിനെ പരിചയപ്പെടുത്താം. ഇത് ഡയാന, എന്റെ ഗേൾഫ്രണ്ടാ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങള് റിലേഷൻഷിപ്പിലാ. ലെബനീസ കുറുപ്പേട്ടാ, അച്ഛനും അമ്മയും അറിയാതെ നോക്കണം. ഒരു ഫ്രണ്ടാന്നാ പറയാൻ പോണേ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്നേ, നിങ്ങള് ചെല്ല്. ആ മായേച്ചി, ഇതാണല്ലേ ഫ്രണ്ട്. ഹായ്, ഹൗ ആർ യു? ഓൾ ഗുഡ്. ഞാനിപ്പോ വരാവേ. ഏട്ടാ, ചേച്ചി തിരക്കുന്നുണ്ടായിരുന്നേ. മായേച്ചി വന്നല്ലോ. അരുണേട്ടാ, സന്തോഷായില്ലേ? എടാ, ഇങ്ങനെ മുങ്ങിയാൽ നിനക്ക് മായ പോയിട്ട് ഒരു നായ പോലും കിട്ടില്ല. നെയ്യത് കളയടാ, നമുക്ക് 2 അടിച്ചിട്ട് വരാം. വാ. എടാ, എന്നത്തെയും പോലെ ജവാനല്ല, സ്കോച്ചാണ്. സ്കോച്ചോ എന്നാ പോയേക്കാം. വാ. എത്ര വർഷമായി കുട്ടികളെല്ലാം ഒരുമിച്ച് വന്നിട്ട്. ഇപ്പോഴായി വീടായത്. അതെ, ഞാൻ ആലോചിക്കുമായിരുന്നു, എല്ലാവരും ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു ടൂർ പോയാലോ? കുട്ടികൾക്കും അതൊരു സന്തോഷമാവും അല്ലേ? ഈ പ്രായത്തിൽ ഇനി ടൂറിനൊക്കെ മെനക്കെടണോ? അതിനൊക്കെ ടൂർ ഏജൻസി ഉണ്ട്, അവര് ഫുൾ പാക്കേജ് ആക്കി തരും. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ടൂർ പാക്കേജ് അല്ല, മെഡിക്കൽ പാക്കേജ് ആണ് വേണ്ടത്. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഒക്കെ കൂടിയ കോംബോ ഓഫർ. വെറുതെ തള്ളവൈ പഠിക്കാതെ. ഓ, പറയുന്ന ആള് ജെൻസി ആണല്ലോ. ട്രിപ്പാണെങ്കിൽ നമുക്കൊരു ഹെലികോപ്റ്ററിൽ പോകാം. അപ്പോ എനിക്ക് തൂങ്ങി വരാലോ. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ കുട്ടികളോട് ചോദിക്കാം. എന്ത് തൂങ്ങി വരുന്നതോ? അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാൽ വാ, അവരോട് കാര്യം അവതരിപ്പിക്കാം.
പിന്നെ ഈ നെതർലാൻഡ്സിൽ ഓണാഘോഷമൊക്കെ ഉണ്ടോ? പിന്നെ അവിടെ എല്ലാ വർഷവും ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ആണാ? അതൊക്കെ പോട്ട്. ഇവിടുന്ന് എല്ലാരും കൂടെ ടൂർ പോണ കാര്യം അരുമാമൻ പറഞ്ഞ് നമ്മളും വരണുണ്ട്. Yeah, I've heard about it. നമ്മൾ എവിടെയാ പോകുന്നേ? മാമൻ കൂടുതലൊന്നും പറഞ്ഞില്ല. എന്താന്ന് അറിഞ്ഞൂടാ. മാമ 2 ദിവസമായിട്ട് ഫുൾ ടൈം കരച്ചിലാണ്. poor mama. അമ്മമ്മ എന്തോ അമ്പലത്തിൽ പോകുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. Oh, that's gonna be boring. ഞാൻ ആലോചിക്കുന്നത് മായ അനിന്റെ അടുത്തും ശ്രീ അനിന്റെ അടുത്തും പോയി പറയുന്ന. അവരാവുമ്പോ നല്ല സ്ഥലം കണ്ടുപിടിക്കും. അത് നല്ല ഐഡിയ. Come, let's ask them. അതെ, നിങ്ങൾ എങ്ങനെയാ റിലേഷൻഷിപ്പിലായേ? അത് ചേച്ചി, ഞാൻ ഓൾറെഡി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹോണസ്റ്റ്ലി ഞാൻ അവളെ ഓർബിറ്റിംഗ് ചെയ്യുമായിരുന്നു. ഒഫീഷ്യലാക്കാൻ മൈൻഡ് റെഡി ആയിരുന്നില്ല. സോ അവളെ ബെഞ്ചിലിട്ടു. പിന്നെ ധീരെ ധീരെ എൻ്റെ റിലേഷൻഷിപ്പിലാകിയപ്പോൾ അവളെ മെയിൻ സ്ക്വാഡിലാക്കി. ഓ ആണോ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും കൊള്ളാം. പിന്നെ ട്രിപ്പിനുള്ള സ്ഥലം ഡിസൈഡ് ആയോ ചേച്ചി? ഓ, കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ ഡിസ്കസ് ചെയ്യാം. ഒന്നും ആയിട്ടില്ല. സ്ഥലമൊക്കെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. ലക്ഷദ്വീപ്. നിങ്ങൾ എന്തേ പറയണേ? ലക്ഷദ്വീപോ? ഒരു രക്ഷയും ഇല്ല. ഗോവയിലേക്കാണ് നമ്മൾ പോണത്. ഞാൻ ഇന്ന് വെളുപ്പാങ്കാലത്ത് ഒരു സ്വപ്നം കണ്ടതാ. ആഹാ, അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഗായ്സ്, ലക്ഷദ്വീപ് ഡ്രൈ ലാൻഡ് അല്ലേ? ഡ്രൈ ലാൻഡോ? ഇത്രയും കടലുള്ള സ്ഥലോ? കടൽ വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. എന്റെ വോട്ടും ഗോവയ്ക്ക്. അയ്യടാ, അത് പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും ലക്ഷദ്വീപ് ഇഷ്ടപ്പെടുള്ളൂ. അത് മതി. ലക്ഷദ്വീപ്, 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 ലക്ഷദ്വീപ്. മടി 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 നിൽട്ട്. ഇപ്പോ തുടങ്ങിക്കോ. നിർത്ത് നിർത്ത്. ദേ അമ്മ വിളിക്കണു. നിർത്ത്. ദേ അമ്മ വിളിക്കണോന്ന്. അമ്മയോ? ഹലോ അമ്മേ. നിങ്ങളുടെ തർക്കം ഇനിയും കഴിഞ്ഞില്ലേ? അമ്മ എവിടെന്നായി വിളിക്കുന്നേ? നിങ്ങൾ അവിടെ അടിപിടി നടത്തുന്ന നേരം കൊണ്ട് അച്ഛൻ എന്നെയും കൊണ്ട് ഇങ്ങ് പട്ടായയില് വന്നു. പട്ടായോ? ഈ അമ്മയ്ക്ക് എന്താ വട്ടായോ? എന്നിട്ട് അച്ഛനെവിടെ? ഓ, അച്ഛൻ ഇവിടെ ഒരു തായ് മസാജ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ ശരി, ബൈ. ഓ, നമ്മൾ അച്ഛനും അമ്മേനെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൂലേ. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ഓണമല്ലേ? അപ്പോ ഇത് ഉണ്ണിയേട്ടനല്ല, ഇത് ആള് വേറെ. എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. അപ്പൊ എങ്ങനെ ഓണം അടിച്ചു പൊളിക്കല്ലേ? La 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 la. Oh la la la. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ഓ കൊണ്ടുവാ.